Good afternoon. Good afternoon, ma'am. Okay, prayer ഒക്കെ കഴിഞ്ഞിരുന്നോ? No, ma'am. Okay, you can start. Please, Ara, pray. Prayer. Almighty God, make me an instrument of your peace. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. O Divine Master, grant that I may not so much seek to be consoled as to console, to be understood as to understand, to be loved as to love. For it is in giving that we receive, it is in pardoning that we are pardoned, and it is in dying that we are born to eternal life. Almighty God, bless our college, the management, teaching and non-teaching staff, students, parents, and all who enter the temple of wisdom. Shower your grace on us that we grow in knowledge and wisdom, societal responsibility, and concern for the poor and the marginalized. Good afternoon to everyone. A heartfelt welcome to our cheerful Montessori class. Let's begin today's class with curiosity, confidence, and a smile. May this session fill our minds with new ideas and happy learning. Thank you all. Thank you, ma'am. Okay, so thought for the ഇല്ല. No problem. ലാസ്റ്റ് ക്ലാസ് നമ്മൾ എവിടെയായിരുന്നു? മാം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ PDF വന്നിട്ട് റീഡ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, വായിച്ചിരുന്നോ? നിങ്ങൾക്ക് അതിന്റെ PDF അയച്ചു തന്നല്ലോ അല്ലേ? യെസ് മാം. വായിച്ചോ? Yes, ma'am. എന്ത് തോന്നി വായിച്ചു? മാനസികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു കൈത്താങ്ങായിട്ട് PFA ആക്ട് ചെയ്യുന്നു മനസ്സിലായി. പിന്നെ എങ്ങനെയൊക്കെയാണ് ഒരു PFAയുടെ ക്വാളിറ്റീസ്, പിന്നെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതൊക്കെ മനസ്സിലായി. നമുക്കിത് ആവശ്യമാണെന്ന് മനസ്സിലായോ? തീർച്ചയായും. സെൽഫ് ഹീലിംഗ്, നമ്മൾക്ക് നമ്മളെ ഹീൽ ചെയ്യണമല്ലോ. എപ്പോഴും എല്ലാവർക്കും ലൈഫിൽ ഹാപ്പിനെസ് തന്നെ ആവില്ല. എപ്പോഴും പല അപ്പ് ആൻഡ് ഡൗൺസ് വരും, പല ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി വരും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരോടൊക്കെ പറയണം തോന്നും, ചിലപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സെൽഫ് ഹീൽ ചെയ്യാൻ നമ്മളും ഒന്ന് പ്രാപ്തരാകും. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് റിലീവ് ആകണം. സോ അതുപോലെ തന്നെ എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുണ്ടാവും. അപ്പൊ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റണം. ദാറ്റ് ഇസ് PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സാധാരണയുള്ള ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം നമുക്കറിയാം, അതും നെസസറി ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതും നെസസറി ആണ് അല്ലെ? കാരണം ഇപ്പോ മെഡിക്കൽ ടെക്നോളജി ഒത്തിരി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്തിനും ഒരു പ്രൊളോങ്ഡ് റിക്കവറിക്ക് വരുന്ന രീതിയിൽ പല ട്രീറ്റ്മെന്റുകളും ഇപ്പോൾ മുന്നിലുണ്ട്. പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും സംഭവിക്കുന്ന ആ ഒരു ഇൻസിഡന്റിൽ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ്, ആ ഒരു മെഡിക്കൽ എയ്ഡ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട്. ജസ്റ്റ് ആ ഒരു വൂണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയറാണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അത് നമ്മൾ പ്രൊഫഷണൽ ഒന്നുമല്ല, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ ഉള്ളിൽ വാല്യൂസ് ഉണ്ട്. അത് വെച്ചിട്ട് എനിക്കൊരു വേദനയുണ്ട്, മറ്റുള്ളവർക്കും വേദനകൾ ഉണ്ടാവും, നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിത് ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റി, അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പോട് കൂടി ഞാനിത് ഡീൽ ചെയ്തു. മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ അതിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. സോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PFA, ഞാൻ അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ PFA എന്ന് പറയുന്നതും ഒരു ഇന്റർവെൻഷൻ ആണ് അല്ലെ? ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഒരു നീഡി ആയിട്ടുള്ള ഒരാൾക്കൊരു സപ്പോർട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർവെൻഷൻ. നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിഞ്ഞതാണോ? ചാപ്റ്റർ കഴിഞ്ഞോ?
സപ്പോർട്ട് കൊടുക്കുന്നു ഫോർ നീഡി പീപ്പിൾ. ആ നീഡി പീപ്പിളിൽ കുട്ടികൾ വരാം, അതുപോലെ തന്നെ അഡൾട്ട്സ് വരാം, ചിലപ്പോൾ ചില ഫാമിലീസ് ആയിരിക്കും വരുന്നത്. ഒരു വലിയൊരു ഇൻസിഡന്റ് നടക്കുമ്പോൾ, ഒരാളെ നഷ്ടപ്പെടുമ്പോൾ അത് ഒരു ഹോൾ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ, വ്യക്തിപരമായിട്ട് മാത്രമല്ല. അപ്പോൾ നീഡ്സ് എന്ന് പറയുന്നത് കുട്ടികൾ വരാം, അഡൽട്ട്സ് വരാം, ഫാമിലി വരാം. അത് ചിലപ്പോ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരായിരിക്കാം. ഡിസാസ്റ്റർ, ഫ്ലഡ്, അതുപോലെയൊക്കെയുള്ള കുറെ അപകടങ്ങൾ വരുമല്ലോ. നാച്ചുറൽ കലാമിറ്റീസ് മൂലമുള്ള നഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വരും. അത് ആളുകളെ നഷ്ടമാകാം, വീടുകൾ നഷ്ടമാകാം, അതുവരെ സമ്പാദിച്ചത് മുഴുവൻ നഷ്ടമാകാം. ചിലപ്പോൾ അനാഥയായി പോയിട്ടുണ്ടാകാം അങ്ങനെ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ ടെററിസ്റ്റ് അറ്റാക്ക് അങ്ങനെ വരുമ്പോഴും പലപ്പോഴും ഫാമിലിയിലെ പലരെയും നഷ്ടപ്പെട്ടു പോകാം, ഏതെങ്കിലും വ്യക്തിയെ നഷ്ടപ്പെട്ടു പോകാം, അങ്ങനെയൊക്കെ. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. 7 തീംസ് എന്ന് പറഞ്ഞിട്ട് അതിലെ ഫസ്റ്റ് വണ്ണാണ് പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ PDF എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. PFA എന്ന് പറഞ്ഞ സെന്ററിൽ അതിന് ചുറ്റും 7 തീംസ്. എന്താണ് ഒരു PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം, അതെല്ലാമാണ്. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. ഒരാൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്, അയാൾക്ക് സപ്പോർട്ട് കെയർ കൊടുക്കാൻ പോവുകയാണ് നമ്മള്. അപ്പൊ നമ്മളത് പ്രാക്ടിക്കലി നമ്മൾ ആ കെയർ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ അയാളോടൊപ്പം ഇരുന്ന് കരഞ്ഞ് അവസാനം അയാൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകരുത്. സോ പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. ഇതാരെങ്കിലും ക്ലാസ് എടുക്കാൻ റെഡിയാണോ? ഉണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ, എന്നെ തന്നെ കേട്ടിരിക്കണമെന്നില്ല. എനിവൺ റെഡി? യെസ് പ്ലീസ്. ഇല്ല? ഓക്കെ, നോ പ്രോബ്ലം. നമുക്കറിയാം, നമ്മൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ കണ്ട് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് ആണ് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ അസസ് നീഡ്സ് ആൻഡ് കൺസേൺ. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, എന്താണ് അവർക്ക് അത്യാവശ്യം, അവരുടെ കൺസേൺ എന്താണ്. അസസ് അവരുടെ നീഡ്സ് ആൻഡ് കൺസേൺസ് അസസ് ചെയ്യും. ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് എന്തെന്നെയായാലും വേണം, അപ്പൊ അവരെ ബേസിക് നീഡ്സിന് ഹെൽപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫുഡ്, വാട്ടർ ആൻഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ റിഗാർഡിങ് എനിത്തിങ്, ലൈക്ക് അവർക്ക് ഫർദർ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും, അങ്ങനെയുള്ള ഇൻഫർമേഷൻ. ഫർദർ സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഫ്ലഡ് ഒക്കെ വരുമ്പോൾ കുട്ടികളുടെ പലപ്പോഴും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അതിൽ നാശമായി പോയിട്ടുണ്ടാവുമായിരിക്കും. അത് റിട്രീവ് ചെയ്തെടുക്കാൻ, വീണ്ടെടുത്ത് കിട്ടാൻ, അത് എവരെ പോകണം, ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ അവരെ അവർക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കണമല്ലോ. അതാണ് അവരുടെ ബേസിക് നീഡ്സ്. ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, പിന്നെ ഇൻഫർമേഷൻ, അതെല്ലാം വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. 3rd വൺ വരെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആദ്യം പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. നെക്സ്റ്റ് അസസ് നീഡ്സ് ആൻഡ് കൺസേൺ. ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. എക്സാമ്പിൾ ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, ഇൻഫർമേഷൻ. നെക്സ്റ്റ് ലിസൺ, കേൾക്കുക. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ പ്രഷർ ചെയ്യരുത്, സംസാരിക്കാനായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യരുത്, അവരെ കേൾക്കുക. ലെറ്റ് ദം ടേക്ക് ടൈം. അവർ സമയം എടുക്കട്ടെ. ചിലപ്പോ സംസാരിക്കാനുള്ള പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല, അവര് ഷോക്കിലൊക്കെ ആയിരിക്കാം, ഇത് സംഭവിച്ചതിന്റെ എന്തെങ്കിലും ഷോക്കിലോ ഒക്കെ ആയിരിക്കും. സോ ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം. അവരെ കംഫർട്ട് ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യാം, അവരെ കാം, അതുപോലെ തന്നെ അവർക്ക് കാംനെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും. Comfort them and help them to feel calm. Connect them to information, services and social support. അവരെ കണക്ട് ചെയ്യാം ഇൻഫർമേഷൻസുമായിട്ട്, ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടാവുന്ന സോഴ്സസുമായിട്ട് അവരെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സർവീസസ്, പല NGOs ഉണ്ടാവും ഇങ്ങനെയുള്ളവരെ ടേക്ക് കെയർ ചെയ്യാനും അവർക്ക് വേണ്ടുന്ന ഫിനാൻഷ്യലി സപ്പോർട്ട് ആണെങ്കിൽ
അത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ, ഇതെല്ലാമായിട്ട് അവരെ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുക എന്നുള്ളതെല്ലാം ശരിക്കും PFA എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ നീഡ്സ് പലതുണ്ടാവും, അതുമായിട്ട് അവരെ കണക്ട് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചിലപ്പോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കും. ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് അവരെ കണക്ട് ചെയ്യും. പിന്നെ പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫാദർ ഹാം, ഫോളോ അപ്പ് ചെയ്യുക. ഇന്ന് പോയി കണ്ടു, ആള് ഭയങ്കര വിഷമത്തിലാണ്, നമ്മൾ കേട്ടു, കുറേ നേരം സംസാരിച്ചു ആളുടെ അടുത്ത്, അവരുടെ രീതികളെല്ലാം മനസ്സിലാക്കി. അതോടുകൂടി നമ്മളോട് സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിലും പറ്റിയാൽ അവരെ കോണ്ടാക്ട് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. നേരിട്ട് പോകാൻ പറ്റി അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗം ഫോണിലൂടെയാണ് എങ്ങനെയെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യുക. കാരണം അവർക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത സർവീസസ്, സപ്പോർട്ട്, ഇൻഫർമേഷൻ അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോന്നും എല്ലാം അറിയണ്ടേ. പിന്നെ അവരെങ്ങനെയാണ്, അവര് ഓക്കെ ആയോ, കാമായോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ PFAയുടെ 7 തീംസ് ആണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ എപ്പോഴും ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരാളെ കെയർ ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ നമുക്ക് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് വരും. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഇമോഷണലി പേഴ്സണലി എടുക്കരുത് എന്നാണ് പറയുന്നത്. ഇമോഷണലി പേഴ്സണലി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിൽ നമ്മളുടെ ആ ഒരു ഹ്യൂമാനിറ്റി ഉണ്ട്. ചെറിയ രീതിയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും. പക്ഷെ എന്ന് കരുതിയിട്ട് ആ ചെല്ലുന്ന ആളുടെ കൂടെ ഇരുന്ന് കരയുക എന്നുള്ളതല്ല. അവർക്ക് പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഡീല് ചെയ്യാനാണ് പോകുന്നതെന്ന് അറിയാം. സോ അതിനനുസരിച്ച് നമ്മളെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് വേണം പോകാൻ. ചിലപ്പോ ഈവനിങ് ആകുമ്പോൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യേണ്ട ആവശ്യം വരും. എത്രയും നമ്മൾ ഓർക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആളുകളായിരിക്കാം അവരുടെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. സെക്കൻഡ് തീമായിട്ട് പറഞ്ഞത് അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുക. അവരുടെ എന്തെല്ലാമാണ് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കൺസേൺ എന്താണ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം അതിലേക്ക് അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ബേസിക് നീഡ്സ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫുഡ്, വാട്ടർ ആൻഡ് ക്ലോത്തിങ്, പിന്നെ ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഫോർത്ത് വൺ, ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. ഈ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം. Listening with heart, we are hearing. ഓക്കെ, ഇപ്പം ഞാനിപ്പോ ഈ റൂമിൽ ഇരിക്കുമ്പോൾ ഫാൻ കറങ്ങുന്ന വെച്ചിട്ട് പുറത്ത് എന്തെങ്കിലും കിളികളുടെ ശബ്ദം, പൂച്ചയുടെ ശബ്ദമൊക്കെ കേൾക്കാം. അതൊക്കെ ഞാനിങ്ങനെ കേട്ടിങ്ങനെ വിടുക, അതൊന്നും ഞാൻ അങ്ങ് എടുക്കുന്നില്ല അല്ലെ. അതേസമയം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ലിസൺ ചെയ്യണം, ഞാൻ ഹൃദയം കൊണ്ട് കേൾക്കണം. ഞാൻ തിരിച്ച് സംസാരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് തന്നെ പറയണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ ഹാർട്ട്, അതാണ് നടക്കേണ്ടത്. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് അത് ഹൃദയം കൊണ്ട് തന്നെ നടക്കും. എന്നാൽ മാത്രമാണ് നമുക്ക് അവരുടെ അവസ്ഥ അത്രയും മനസ്സിലാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കും, ഓ എത്ര പ്രയാസം അനുഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. അതാണ് ലിസണിങ്ങിൽ വരുന്നത്. അവർ എമ്പതി വരും. ലിസണിങ്ങിന്റെ ഒക്കെ പാർട്ടായിട്ട് വരുന്നതാണ് എമ്പതി. അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ കാമാക്കുക, ഫീൽ ദം കാം, അവർക്ക് കാംനെസ് ഫീൽ ചെയ്യട്ടെ. അവരെ ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നു. സർവീസസ്, അതർ സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാമായിട്ടും അവരെ കണക്ട് ചെയ്യുന്നു. അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും, ഇപ്പൊ മോണിറ്ററി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ, വീട് വെച്ച് കൊടുക്കേണ്ട അങ്ങനത്തെ സാഹചര്യം ആണെങ്കിൽ അങ്ങനെ, ജോലി നഷ്ടപ്പെട്ടു പോയ ആൾക്ക് തിരിച്ച് അയാൾക്കൊരു ഇൻകമിനുള്ള മാർഗം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതുപോലുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ സപ്പോർട്ട് എന്നതിൽ നിന്ന് വരുന്നു. ഈ പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം, ആളുകളെ കൂടുതൽ ഹാം ആകുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. അതായത് നമ്മൾ ഫോളോ അപ്പ് നടത്തും. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നെക്സ്റ്റ് വീക്കിൽ അയാളെ കോണ്ടാക്ട് ചെയ്ത് ഹൗ ഇസ് ഹി അല്ലെങ്കിൽ ഹൗ ഇസ് ഷീ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി നമ്മളിപ്പോ ചെല്ലണമെങ്കിൽ നമ്മൾ നേരിട്ട് ചെല്ലുന്നു. നേരിട്ട് ചെന്ന് വീണ്ടും അവരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യാം. ഇത്രയാണ് PFAയുടെ 7 തീംസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ഡീബ്രീഫിംഗ് അല്ല. എന്നുവെച്ചാൽ നമ്മള്
വളരെ ഒരു സൈക്കോളജിസ്റ്റ് ഇരിക്കുന്ന പോലെ തന്നെ പ്രൊഫഷണലി ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല ശരിക്കും. നമ്മൾ അത്രയും ഒരു പ്രൊഫഷണൽസ് ഒന്നും അല്ല, നമ്മൾ സാധാരണ മനുഷ്യൻ. ബട്ട് വി ആർ ഗുഡ് അറ്റ് ഹാർട്ട്. നമുക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് കഴിവുണ്ട്. അത് നമുക്ക് കേൾക്കാൻ പറ്റും. കേൾക്കുക എന്നുള്ളത് ജോലിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പിന്നെ അവർക്ക് എന്തെങ്കിലും നീഡ്സ് വേണമെങ്കിൽ അതുമായിട്ട് അവരെ കണക്ട് ചെയ്യും. സോ വി ആർ നോട്ട് ട്രീറ്റിംഗ് ദം, നോട്ട് കൗൺസിലിംഗ്. ഇതൊരു കൗൺസിലിംഗ് അല്ല. അതുപോലെ തന്നെ ഇവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്ത് കേസ് സ്റ്റഡി നടത്താൻ പോവുമല്ല നമ്മൾ. അങ്ങനെ കളക്ടിങ് ഡീറ്റെയിൽസും അല്ല. നോട്ട് ഡയഗ്നോസിങ്. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഡയഗ്നോസ് ചെയ്യുന്ന രീതിയുമല്ല. ഇതൊരു പ്രൊഫഷണൽ ജോബ് അല്ല. നമ്മൾ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു സർവീസ്. അതാണ് PFA എന്ന് പറയുന്നത്. ലോങ് ടേം റിക്കവറിക്ക് ചില ആളുകൾ ചില ഷോക്കിൽ വന്നു കഴിഞ്ഞാൽ അവരത് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കുറെ നാളുകൾ എടുക്കും. അത് കുറെ നാളുകൾ എടുത്താണെങ്കിലും കുറച്ച് നാളുകൾ എടുത്ത് റിക്കവർ ആയാലും അത് ലൈഫ് ലോങ് ഒരു ലോങ് ടേം റിക്കവറിയിലേക്ക് പോകണമെങ്കിൽ ഇവരെ ഈ വ്യക്തികളെ, ഈ വിഷമം അനുഭവിക്കുന്ന ആ വ്യക്തികളെ, അവരെ ഫീലിംഗ് സേഫ്, അവരെ സേഫ് അവരെ കാമാക്കണം. അതുപോലെ തന്നെ കണക്റ്റഡ് ടു അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് അവർക്ക് അവര് സേഫ് സെക്യൂർ ഫീൽ ചെയ്യുന്ന മറ്റുള്ള ആളുകളുമായിട്ട് അവരെ കണക്ട് ചെയ്യാം. പിന്നെ ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവരെ മേക്ക് ദം, അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ. കാരണം അവരവരുടെ കാര്യങ്ങൾ കുറെ നമ്മൾ തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലരങ്ങ് ഡൗൺ ആകുമ്പോൾ അതുപോലും ചെയ്യാതെ വരും. അങ്ങനെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് അവരെ പ്രാപ്തരാക്കണം. യെസ്, യു ക്യാൻ ഡു ദിസ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡിയാണെന്ന് വിചാരിച്ചു. അവർക്ക് വെള്ളപ്പൊക്കത്തിൽ അവരുടെ എല്ലാ എക്യുപ്മെന്റ്സും നഷ്ടപ്പെട്ടു പോയി. അവരുടെ വർക്കുകളും എല്ലാം നഷ്ടപ്പെട്ടു. അവർ ആദ്യം തകർന്നു പോയി. കാരണം അതുവരെ അവര് നല്ല രീതിയിൽ ആക്കിക്കൊണ്ടുവന്നിരുന്ന ഒരു തൊഴിൽ, അതിന്റെ എല്ലാ സോഴ്സസും അവർക്ക് നഷ്ടമാവുകയാണല്ലോ. അപ്പൊ അവർക്ക് തിരിച്ച് അതൊക്കെ കിട്ടാനുള്ള രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് ഇനിയും അവരെ കൊണ്ട് അത് പറ്റും എന്നുള്ള രീതിയിൽ അവരെ പ്രാപ്തരാക്കുക. പിന്നെ അസസ് ടു സപ്പോർട്ട്. ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ടുമായിട്ട് അവരെ എപ്പോഴും കണക്ട് ചെയ്യുക, അവർക്ക് നേടിക്കൊടുക്കുക. PFAയുടെ 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ആണ്. ലോങ് ടേം റിക്കവറിക്കുള്ള 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, ഫീലിംഗ് സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്. അവർക്ക് സന്തോഷം തരുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, അവരെ സേഫ്, കാം ആക്കി സെക്യൂർ ആക്കി തോന്നിക്കുക എന്നല്ല, ആക്കുക. ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാനുള്ള രീതിയിൽ അവരെ കേപ്പബിൾ ആക്കുക. ആക്സസ് ടു സപ്പോർട്ട് അവർക്ക് പുറമേ നിന്ന് കിട്ടാവുന്ന എല്ലാ സപ്പോർട്ടും ആക്സസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞത് എന്തെല്ലാമായിരുന്നു? PFAയുടെ 7 തീംസ് ആയിരുന്നു. PFA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് PFA is not a psychological debriefing, not counseling, not a treatment, not diagnosing. It is not collecting details. It is not a professional job. One who is doing with us full out. നമ്മൾ നമ്മളുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതാണ് ശരിക്കും PFA എന്ന് പറയുന്നത്. ഇനി PFA ആവശ്യമുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾ പറഞ്ഞ കുട്ടികൾ വരാം, അഡൽട്സ് വരാം, ഫാമിലീസ് വരാം എന്ന് പറഞ്ഞു. PFA വേണ്ടുന്നവര് ഒന്നുകൂടെ നോക്കുവാണ്. അറ്റ് റിസ്ക് പോപ്പുലേഷൻ, റിസ്കിൽ വരുന്ന ആളുകളിൽ PFA ആവശ്യമുള്ളവരാണ്. പീപ്പിൾ വിത്ത് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് നീഡ് എമർജൻസി കെയർ. അല്ലെ, പലപ്പോഴും വളരെ ജീവൻ അപകടമാകുന്ന രീതിയിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് ഡൗൺ ആവും. ഇനി എനിക്കൊരു ജീവിതമല്ല, ഒരു കാലില് വലിയൊരു മുറിവ് വന്നു, നടക്കാനും പറ്റുന്നില്ല, അത് ലൈഫ് ത്രെട്ടനിങ് കൂടെ ആണെന്ന് വിചാരിക്കുക. പിന്നെ ആള് അതോടുകൂടി ഡൗൺ ആയി പോകും, നടക്കാൻ കഴിയുന്നില്ല, നോർമലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡും ആയി. സോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഡൗൺ ആവും. പലപ്പോഴും അസുഖങ്ങൾ വന്ന ആളുകൾ ഡൗൺ ആവുന്നത് വളരെ കൂടുതൽ, ഡിപ്രഷനിലായി പോകും. ചിലപ്പം പാർട്ട്ണറിൽ ഒരാൾ നഷ്ടപ്പെട്ടു, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നു, അങ്ങനെയും ആളുകൾ ഡിപ്രഷനിലേക്ക് ആവാറുണ്ട്. അങ്ങനെ വരും. ചില ആളുകൾ വല്ലാതെ ഒരു ടെൻഷൻ വരുമ്പോൾ അവരങ്ങ് അപ്സെറ്റ് ആവും. അവർക്ക് അവരെ തന്നെ നോക്കാൻ പറ്റില്ല. അവരെ മാത്രമല്ല, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും ശ്രദ്ധിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ PFA ഇവിടെ അടുത്തൊരു വീട്ടിനെ പറയുമായിരുന്നു. ഒരു പട്ടാളത്തില് ജോലിയുള്ള ഒരു മനുഷ്യനായിരുന്നു.
അയാള് കല്യാണം കഴിച്ചൊരു പെൺകുട്ടി, വളരെ സുന്ദരിയായിരുന്നു, നിറയെ മുടിയൊക്കെ ആയിട്ടൊരു പെൺകുട്ടി. കല്യാണം കഴിഞ്ഞു. ഇയാളെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ അയാൾ നാട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഈ കുട്ടി പ്രഗ്നന്റ് ആയി. ഇയാള് തിരിച്ച് പട്ടാളത്തിലേക്ക് പോയി. അങ്ങനെ അയാൾ അവിടെയും ഈ കുട്ടി ഇവിടെയും. എന്നിട്ട് കുറച്ച് ഏകദേശം ഡെലിവറി ആകാറായപ്പോ ഏതോ ഒരു യുദ്ധത്തില് ഇയാള് മരിച്ചു പോവാ, ഈ പട്ടാളക്കാരൻ. അതോടുകൂടി ഇവരാകെ ഡൗൺ ആയി. പക്ഷെ ഇവര് പ്രഗ്നന്റ് ആണ്, ഫുൾ ടേം ആയി. അങ്ങനെ ഡെലിവറി ആയി. കുട്ടിയെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു കേസ് അവിടെ അടുത്തൊരു ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുട്ടിയെ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവര് ഈ കേസ് പറഞ്ഞ് എന്നോട് പറഞ്ഞ് 2 ദിവസമോ എന്തോ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ചേച്ചിയെ ഞാൻ വഴിയിൽ വെച്ച് പറയുമായിരുന്നു, ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. കാരണം അത് മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. അതിനെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഹസ്ബൻഡിന്റെ മരണം. കാരണം വളരെ കുറച്ച് സമയമാണ് അവർ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കഴിഞ്ഞത്. കുഞ്ഞുണ്ടായപ്പോ അതിനൊട്ടും കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യങ്ങളും നോക്കുന്നില്ല, കുഞ്ഞിന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ എന്തോ അത്യാവശ്യം പുറത്തേക്ക് പോയ സമയത്ത് ഇത് സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റുപാട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പലരും പല കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാവാം, നമ്മുടെ തൊട്ടടുത്തുണ്ടാകാം, നമ്മുടെ ഫ്രണ്ട്സിലുണ്ടാകാം. നമ്മള് സ്കൂൾ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, വളരെ ക്ലോസ് ആയിരിക്കും അല്ലെ സ്കൂളില് നമ്മളുടെ ഫ്രണ്ട്സുമായിട്ട്. പിന്നെ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ വേറെ പഠിക്കാനായിട്ട് വേറെ സ്ഥലങ്ങളിൽ പോകും. പിന്നെ മാരേജ് ലൈഫ് അങ്ങനെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും കോണ്ടാക്ട്സ് കുറവായിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടാവും, ആരുടെയെങ്കിലും ഇതുപോലുള്ളൊരു ട്രാജഡി. അപ്പൊ നമ്മൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്കൂളിൽ വെച്ച് അവൾ അങ്ങനെയായിരുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു പല അനുഭവങ്ങളും പലപ്പോഴും ക്ലാസ്സിൽ തന്നെ പലരും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രതീക്ഷിച്ചതേ ഇല്ല അങ്ങനെയൊക്കെ പറയും. നല്ല ഹാപ്പി ആയിട്ട് നടന്ന ആളാണല്ലോ, നല്ല ഭയങ്കര ഒരു കല്യാണമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പീപ്പിൾ അറ്റ് റിസ്ക് ഓഫ് സെൽഫ് ഹാം, സ്വയം, അതായത് സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്കാര്, അവനവനെ തന്നെ ഉപദ്രവിക്കൂ, അങ്ങനെയുള്ള സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർ, അവർക്കും PFA ആവശ്യമാണ്. അതുപോലെ പീപ്പിൾ അറ്റ് റിസ്ക് ഓഫ് ഹാമിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള ആളുകൾക്കും PFA ആവശ്യമാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ PFA ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഇത് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടോ കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ കണക്ട് വിത്ത് അതേഴ്സ്, സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ 17th അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ, നമുക്കറിയാവുന്ന കേസാണെങ്കിൽ നമുക്ക് അവരെ കണക്ട് ചെയ്യാം. പീപ്പിൾ അറ്റ് റിസ്ക് ഓഫ് ഹാമിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ആൾ. പിന്നെ കുട്ടികൾ, അഡോളസൻസ്, കൗമാരക്കാർ, അവര് പലപ്പോഴും നമുക്കറിയാം ബ്രോക്കൺ ഫാമിലീസ് അങ്ങനെ കൂടി വരികയാണ്. അച്ഛനും അമ്മയും സെപ്പറേറ്റഡ്, കുട്ടി ഒരുപക്ഷെ കുറച്ച് ദിവസം, ആഴ്ചയിൽ ഇത്ര ദിവസം അമ്മയുടെ അടുത്ത്, ഇത്ര ദിവസം അച്ഛൻ്റെ അടുത്ത്, ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്കിളിന്റെ വീട്ടിലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അവിടെ കുട്ടികൾ പലപ്പോഴും അത്ര സെക്യൂർ ആവുന്നില്ല, സേഫ് ആവുന്നില്ല. ചില കേസസിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് സം കേസസ് അവർ പലതും അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കെയർ ഗിവേഴ്സ് കൂടുതലും കണ്ടുവരുന്നത് ബ്രോക്കൺ ഫാമിലീസിലെ കുട്ടികളെ കേട്ടോ. അല്ലാതെ ഒരു ഫാമിലി സെറ്റിങ്സിൽ പോകുന്ന ഒരു കുട്ടികള്, ഹെൽത്തി ഫാമിലി സെറ്റിങ്സിൽ പോകുന്ന കുട്ടികള് ഇങ്ങനെ ആകുന്നതായിട്ട് കാണുന്നില്ല. പലപ്പോഴും അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ, അഡോളസൻസ്, ഇവർക്കെല്ലാം PFA ആവശ്യം. അതുപോലെ തന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ സ്കൂൾ കുട്ടികളില് ഇവർക്ക് ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പറയാനൊരു ചോയ്സ് ഉണ്ടെന്ന് അവർക്കറിയാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? കാരണം കൂടുതലും ഇപ്പൊ സൂയിസൈഡ് ഒക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാമെങ്കിൽ കൂടുതലായിട്ട് അവരങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടാറില്ലല്ലോ. അതാണ് ഇവിടെയാണ് കുട്ടികൾക്ക് അറിയില്ല ഇതെങ്ങനെ. ഇപ്പൊ നമ്മളൊരു ആസാൻ അഡൽട്ട്, ഇപ്പൊ എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീല് വരുന്നു, എനിക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കണം. ഞാൻ അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ ഞാൻ തേടും. അതായത് ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്കത് തീരുമെങ്കിൽ ഞാൻ അവരോട് ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കും. അല്ലെങ്കിൽ ഇതല്ല, എനിക്കല്ലാതെ ഇത്തിരി പ്രൊഫഷണൽ ആയിട്ടുള്ള, നമുക്കത് മനസ്സിലാകും. നമ്മളിപ്പോ നോർമലി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് നമ്മളൊരു വല്ലാത്ത ടെൻഷനിലേക്ക് പോയി
വല്ലാതൊരു ടെൻഷൻ നമുക്ക് വന്നു, അല്ലെങ്കിൽ ലോസ് നമുക്ക് വന്നു, ഭയങ്കര സ്ട്രെസ് വന്നു, നമുക്ക് ഫീൽ ഉണ്ട് യെസ് ഇതിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു കിടക്കണം, എനിക്കിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് റിലാക്സ് ആകണം, റിലീവ് ആകണം ഈ പ്രോബ്ലത്തിൽ. പക്ഷെ ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ഹീസ് കൺഫ്യൂസ്ഡ്, അവൻ എന്ത് ചെയ്യണം എന്നറിയില്ല, ആരോട് ഇത് പറയണം എന്നറിയില്ല. അവിടെയാണ് നമ്മൾ ടീച്ചേഴ്സിന്റെ റോള് വരുന്നത്. നമ്മൾക്ക് കുട്ടികളുടെ അവര് നമ്മളോട് പറയുന്ന രീതിയിൽ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അതല്ല, അവർക്ക് നമ്മളോട് പറയാനൊരു മടിയാണ്, പക്ഷെ അവരുടെ നോൺ വെർബൽ ക്യൂസിൽ നിന്നും നമ്മളത് മനസ്സിലാക്കും. ശരീരം ഫിസിക്കലി അബ്യൂസോ അല്ലെങ്കിൽ അല്ലാതെ സെക്ഷൽ അബ്യൂസോ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്കത് പിടിയിട്ടും. അപ്പൊ നമ്മൾ അതിൽ ഇടപെടുക തന്നെ വേണം. കുട്ടികളുടെ കേസിൽ അതാണ്. അതവിടെ ടീച്ചറുടെ റോൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചർ ഹൃദയം തൊടുന്ന ഒരു ടീച്ചറായിരിക്കണം. യെസ് വിൻസി പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ ചില സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. ഇപ്പം ന്യൂസിലൊക്കെ ഇങ്ങനെ കണ്ടല്ലോ, എല്ലാ സ്കൂളുകളിലും ഇത് വേണം, മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനെ ഇതുപോലുള്ള ചെറിയ കുട്ടികളിലെ സൂയിസൈഡ് കേസും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അങ്ങനെയൊക്കെ അങ്ങനെ ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. എത്രത്തോളം അത് പ്രാക്ടിക്കലി പോസിബിൾ ആകും, ഏതെല്ലാം സ്കൂളുകളിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയും. പക്ഷെ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ ദിവസവും ഡീല് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കൊരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ നമ്മുടെ സ്ഥിരം ഒരു സുഹൃത്തിനോട് സംസാരിക്കാറുണ്ടെന്ന് വിചാരിക്കാം, ഫോണിലൂടെ ആണെങ്കിലും സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ആളുടെ ടോണില് സാധാരണയുള്ള പോലെയല്ല ടോൺ, അങ്ങനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ നിനക്ക് എന്ത് പറ്റി, ശബ്ദം എന്താ വല്ലാതെ, നേരിട്ട് കാണുകയാണെങ്കിൽ എന്ത് പറ്റി, നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടോ, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചോദിച്ച് നമ്മൾ അതിൽ ഇടപെടാറുണ്ട് അല്ലെ. കുട്ടികളുടെ കേസിലും അവര് വല്ലാതെ ടെൻഷൻ അടിക്കും, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരുടെ ഫേസിൽ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിലെല്ലാം അത് കാണാനായിട്ട് പറ്റും. അവരുടെ നോൺ വെർബൽ ക്യൂസ്, അവർ ചിലപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുകയും അല്ലെങ്കിൽ എപ്പോഴും മൂഡി ആയിട്ടിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ടാവാറില്ല. അപ്പൊ നമ്മളും അവരും തമ്മിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ആ ഒരു സ്പേസ് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കണം. നമ്മളോട് എന്തും വന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ബട്ട് വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ചില കുട്ടികൾ സൂയിസൈഡ് ചെയ്തില്ല. ഞാനൊരു ഇൻസിഡന്റ് പറയാം മാം. ഞങ്ങളുടെ അടുത്ത നെയ്ബർ കുട്ടി, എനിക്കത് ഭയങ്കര സങ്കടം. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇവിടെ സാധാരണ പഠിക്കാനായിട്ട് റൂമിൽ കയറി കഥ അടച്ചിരുന്നു. അനിയനുള്ളത് കൊണ്ട് അവള് 10th പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അനിയനുള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ വഴക്കിടുമെന്ന് കരുതി ഇവള് റൂമിൽ കയറി കഥ അടയ്ക്കും. അച്ഛനും അമ്മയും ജോലിക്ക് പോവും, അനിയനും ഇവളും പിന്നെ ഒരു പ്രായമായ വല്യമ്മയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇവള് എന്നത്തെയും പോലെ നോർമലി കയറി കഥ അടച്ചു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഈ വല്യമ്മയുടെ കരച്ചിലാണ് ഞങ്ങൾ കേൾക്കുന്നത്. എല്ലാവരും ഓടിച്ചെന്നപ്പോഴേക്കും ഡോറൊക്കെ ചവിട്ടി പൊളിച്ചപ്പോഴേക്കും അവള് സൂയിസൈഡ് ചെയ്ത് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം അന്ന് അവരുടെ അമ്മ ജോലിക്ക് പോയിരിക്കുക. അമ്മ തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ ചോദിക്കുന്നത് എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന. അപ്പൊ അവരുടെ വീട്ടിലൊരു പ്രായമായ വല്യമ്മ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ അമ്മ ചോദിച്ചത് എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന്. അപ്പൊ അവർക്കറിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എന്താണ് സംഭവിച്ചത്, ഈ കുട്ടിക്ക് എന്താ പറ്റിയത് എന്നറിയാം. അപ്പൊ എല്ലാവരും സ്കൂളുകളിൽ നിന്നൊക്കെ ആണെങ്കിലും പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത് അവസാനം ഇതിന്റെ സ്റ്റോറി വെളിയിൽ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. ആ കുട്ടി നല്ല ആക്റ്റീവാണ്, പഠിക്കാനാകട്ടെ കലാപരമായിട്ട് എല്ലാം നല്ല ആക്റ്റീവാണ്. അപ്പൊ അവൾക്ക് ഒരു പയ്യനോട് ഇഷ്ടം തോന്നിയപ്പോൾ ഇവള് ഡയറക്റ്റ് എന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത്, എനിക്ക് നിന്നെ ഇഷ്ടം. പക്ഷെ അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൻ ഇതും പറഞ്ഞ് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, അടുത്തുള്ള വീട്ടിലെ കുട്ടി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം രാവിലെ ഇവളുടെ അടുത്ത് വന്നിട്ട് ഇവൻ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഇതും പറഞ്ഞ് ഇവളെ കളിയാക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഒരു ദിവസം രാവിലെ ഇവളുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് ഇവൻ ഇത് പറഞ്ഞപ്പോൾ ഇവളുടെ അമ്മ ഇത് കേട്ടു. അപ്പൊ രാവിലെ സ്കൂളിൽ പോകേണ്ട ധൃതിയിലും ഇവർക്ക് ജോലിക്ക് പോകേണ്ട ധൃതിയിലും ഇവര് പറഞ്ഞ് വൈകുന്നേരം വരട്ടെ നിനക്കിട്ട് ഞാൻ തരാന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ പോയത്. അന്ന് വൈകുന്നേരമാണ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ അമ്മ എന്ത് ചെയ്യുമെന്നുള്ള പേടിയിലല്ലേ അവൾ ആത്മഹത്യ ചെയ്തത്. ആ അമ്മ ഒരു വാക്ക് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമില്ല, നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കത്തില്ലായിരുന്നു.
എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കായി. ആ അമ്മയോട് ആരും മിണ്ടാറില്ല. കാരണം അവര് പറഞ്ഞ ഒരു വാക്കുകൊണ്ടല്ല ആ കൊച്ചു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമല്ലേ. അപ്പൊ അവക്കൊരു സപ്പോർട്ട് കൊടുത്തിരുന്ന അവളങ്ങ് ചെയ്യത്തില്ലായിരുന്നല്ലോ. സ്കൂളിലെ ടോപ്പർ ആയിരുന്നു. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ചെറിയ അബദ്ധം പറ്റിയെന്നും പറഞ്ഞ ആർക്കാ പറ്റാത്തത്. അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തു. രാവിലെ അവർ പോയപ്പോ നിനക്ക് ഞാൻ വൈകുന്നേരം വരുമ്പോ തരാന്ന് പറഞ്ഞു പോയതിന്റെ ഇതാണ് അവളെ ആത്മഹത്യ. അതുകൊണ്ടാണ് അവർ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ ചോദിച്ചത് എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന്. അവിടെ ഒരു പ്രായമായ വല്യമ്മയുണ്ട്. ആ വല്യമ്മയ്ക്ക് ചിലപ്പോൾ സംഭവിക്കാം, അവർക്കാണോ എന്ന് ചോദിച്ചില്ല. അപ്പൊ അവർക്ക് അറിയായിരുന്നു മോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് അറിയായിരുന്നു മുൻകൂട്ടി. അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് എപ്പോഴും വേണ്ടതല്ലേ അമ്മ? തീർച്ചയായിട്ടും പാരന്റ്സ് ശരിക്കും ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ പറയുന്നത് കൂടുതലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കൺ ഫാമിലീസ്. നമുക്കറിയാം ഋതിക് റോഷൻ, എല്ലാവർക്കും അറിയാവുന്നല്ലേ ഋതിക് റോഷൻ, സൂസൻ, അവര് തമ്മിൽ പിരിഞ്ഞു. പക്ഷെ കുട്ടികളുടെ കാര്യം വരുമ്പോ അവര് ഭയങ്കര യൂണിറ്റിയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് പിരിഞ്ഞു. അത് അവര് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉള്ളത് കൊണ്ടായിരിക്കും. ബിൻസി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ബിൻസി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ബിൻസി ധനീഷ്, ഹലോ, താങ്ക് യു. അപ്പൊ അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും കുട്ടി രണ്ടുപേരുടെയും കൂടെയല്ല, അത് വളർന്നു വരുമ്പോ അക്സെപ്റ്റഡ് ആയിരിക്കും. പക്ഷെ അതേസമയം ഇതുപോലെ പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു കേസ്, ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അമ്മയായിട്ട് നല്ല കൂട്ടായിരുന്നു മകൾ എന്ന് വിചാരിക്കാം. മകള് ടെൻത്തിലെത്തി, അവള് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും കുട്ടി അമ്മയോട് പറയും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓടി ചിരിച്ചു കളിച്ചിങ്ങനെ വരുക, അമ്മ കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ഈ മകള് പറയുവാണ്, അമ്മേ എന്റെ ക്ലാസ്സിലെ അവളുടെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു, പിന്നെ ഒരു ബോയുടെ പേരും പറഞ്ഞിട്ട് അവര് തമ്മിൽ ലൈനാന്ന് പറഞ്ഞു. ഇത് കേട്ടതും അമ്മ കയ്യിൽ തന്നെ ചട്ടുകം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നീ എങ്ങാനും ഇതുപോലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കുന്നു. ആ കുട്ടി പെട്ടെന്ന് അമ്മയുടെ ആ ഒരു റിയാക്ഷനിൽ അങ്ങ് പേടിച്ചു പോയി. അപ്പൊ അവള് ഇനി സ്വന്തമായിട്ട് അവൾക്ക് ഒരാളോടൊരു ഇഷ്ടം മനസ്സിൽ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും ആ അമ്മയുടെ അടുത്ത് വന്ന് പറയാൻ പറ്റില്ല. അവള് പേടിക്കും. കാരണം അവള് ഹൈഡ് ചെയ്യാൻ തുടങ്ങും. കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞപ്പോ അമ്മ ഇതുപോലെ ഒരു ഭദ്രകാളിയെ പോലെ ഇങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? നമ്മള് കുട്ടികൾക്ക്, ഇവർക്ക് അറിയില്ല ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം. വരുന്ന ഫീലിങ്സ്, ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ചും കൗമാര കാലഘട്ടത്തിൽ. അപ്പം ആ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. എന്തും നമ്മളുടെ അടുത്ത് വന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അവർക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവര് നമ്മളുടെ അടുത്ത് തന്നെ വന്ന് പറയും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഭയങ്കര പ്രൈവസി, എല്ലാത്തിനും അവർക്ക് പ്രൈവസി വേണം. അവരുടെ റൂമിലേക്ക് വരുമ്പോൾ അമ്മയാണെങ്കിലും നോക്ക് ചെയ്തിട്ട് വരണം. ആ ഒരു രീതിയിൽ പ്രൈവസി പറയുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നോക്കിയെടുത്ത് ചെല്ലേണ്ട, അമ്മ നോക്കിയെടുത്ത് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾ പ്രൈവസി സെറ്റ് ചെയ്തോട്ടെ. പക്ഷേ അവരങ്ങനെ സെറ്റ് ചെയ്യുന്ന, പ്രൈവസിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു റൂമിനകത്ത് നിറയെ ജനലും വാതിലും വെന്റിലേഷനും ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ അവർ തുറന്നിടണം നമുക്ക് വേണ്ടിയിട്ട്. നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അവർ തന്നെ മാനേജ് ചെയ്യാതെ പറ്റാതെ വരുമ്പോഴാണ് അവർ ലൈഫിൽ നിന്നും ഒളിച്ചോടി പോകുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കുറെ കേസസ് നമ്മളിങ്ങനെ കാണും. റിസൾട്ട് വരുന്നതിന് മുമ്പ് മരിച്ചതും, ഇങ്ങനെ ലവ് ഫെയിലിയറിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ചതും, അങ്ങനെ ഇങ്ങനെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ കേസസ് നമുക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും ചില ഹെൽത്ത് കണ്ടീഷൻസ്, അസുഖങ്ങള്, വിഷ്വൽ ആൻഡ് ഹിയറിംഗ് എന്തെങ്കിലും മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വരുമ്പോൾ ആളുകള് ജീവിതം ഇല്ലാതാക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഞാനങ്ങനെ ഒരു കേസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ എൻ്റെ അടുത്ത് വന്നാണ്. ഒരു സുഹൃത്തുമായിട്ടാണ് ആള് വന്നത് കേട്ടോ. പറഞ്ഞു എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരാള് വന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നു, ടേബിള് ഫ്രണ്ടിൽ അവർ രണ്ടുപേരും കൂടി ഇരുന്നു. ജസ്റ്റ് അങ്ങനെ രണ്ടുപേരും, ഇപ്പം പാരന്റ്സ് വന്നാലും, പാരന്റും കുട്ടിയും കൂടെ വന്നാലും, ഹസ്ബൻഡും വൈഫും കൂടെ വന്നാലും ആദ്യം അവര് രണ്ടുപേരും കൂടി ഇരുത്തിയിട്ട് ഇന്റർവെൻഷൻ ആർക്കാണോ അവരെ മാത്രം ഇരുത്തി മറ്റവരെ ഗസ്റ്റ് റൂമിൽ എവിടെയെങ്കിലും ഇരുത്തും. അങ്ങനെയാണ് പതിവ്. അപ്പൊ ഇങ്ങനെ വന്നത് ഒരു ചെറുപ്പക്കാരൻ, മറ്റേതും ചെറുപ്പക്കാരൻ, സുഹൃത്താണ്. ഇതെന്റെ സുഹൃത്താണ്, ഞാൻ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ അവര് പറഞ്ഞു, എവിടെയാണ് വീടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്ത് പുറത്തിരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ
പുറത്തിരിക്കില്ലേ എന്ന് ചോദിച്ചു. കാരണം നമുക്ക് ആളെ ഒറ്റയ്ക്കാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഈ മനുഷ്യൻ പറയാ, വേണ്ട, അവൻ എന്റെ അടുത്ത് ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ നോ പ്രോബ്ലം, ഓക്കെ എന്നാ ഇരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇയാളുടെ ബേസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവ് ഫെയിലിയർ ആണ്. ആ ലവ് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ അങ്ങ് കോൺഫിഡൻസ് കുറയുക. അയാൾക്ക് സ്വയം തോന്നും അയാൾ എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ളത്. അപ്പം അയാള് ടേബിളിൽ ഇരുന്നിരുന്ന ഒരു പേന ഇങ്ങനെ എടുത്തു. ഈ പേന മറ്റേ പ്രസ് ചെയ്യുന്ന നിബിളുള്ള പേനയായിരുന്നു കേട്ടോ. അപ്പൊ പേന എടുത്തിട്ട് ഇയാൾ ഇങ്ങനെ നിബിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചു. ഇയാളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിബിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ അയാള് തന്നെ എന്നോട് പറയുകയാണ്, മേഡം, ഇപ്പൊ മുന്നിലിരുന്ന ഈ പേന ഞാൻ എടുത്തില്ലേ, എനിക്ക് മാമിനെ ഈ പേന വെച്ചിട്ട് കുത്തണം എന്ന് ഇങ്ങനെ തോന്നുവാന്ന്. അയാളുടെ തോന്നൽ അതാണ്. എപ്പോഴും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഹാം ചെയ്യണം. ഇതാണ് അയാൾക്ക് വരുന്ന ഫീലിംഗ്. അപ്പൊ എനിക്ക് മനസ്സിലായി അയാൾക്ക് മെഡിക്കേഷൻ ആവശ്യമുണ്ട്, മെഡിസിൻ കഴിക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അയാൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പോവണ്ടെന്ന് പറഞ്ഞത്. അവനറിയാം, അപ്പൊ അഥവാ ഞാൻ ചെയ്യുവാണെങ്കിൽ അവൻ തടഞ്ഞോളൂല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവൻ ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഫ്രണ്ട് പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞാലും അവൻ ഇതുവരെയും ആരെയും ഹാം ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം അയാൾക്ക്, ഈ ഒരു തോട്ട് അയാളിൽ ഉള്ളത് കാരണം അയാൾ ജോലിക്കൊന്നും പോവില്ല. അയാൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗത്തിരിക്കും. കാരണം അയാൾക്ക് നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാം. യൂബർ ടാക്സി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിക്ക് പേടി, കൂടെ ട്രാവൽ ചെയ്യുന്ന കസ്റ്റമറെ ഞാൻ ഉപദ്രവിക്കുവോ, ഇതാണ് ആളുടെ പേര്. പിന്നെ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ഓൺലൈൻ ഫുഡിന്റെ ആപ്പ് ഇട്ടിട്ടു. അതുവഴി ഈവനിങ്ങുകളിൽ, പകല് യൂബർ ഓടിയിട്ട് ഈവനിങ്ങിൽ അത് ചെയ്ത് വരുമാനം വേണമല്ലോ, അതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾക്ക് പേടി, ഡെലിവറി ചെയ്യാനായിട്ട് ചെല്ലുന്ന വീട്ടിലുള്ളവരെ ഞാൻ ഉപദ്രവിക്കൂ, ഇതാണ് അയാളുടെ പേടി. അങ്ങനെ കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രണ്ടിനോടായിട്ട് പറഞ്ഞു, ആൾക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് എവിടെയെങ്കിലും പോകണം. പക്ഷെ പോയാൽ ചിലപ്പോൾ മെഡിസിൻസ് തരും കഴിക്കാൻ. ആ മെഡിസിൻസ് കഴിക്കുകയും വേണം കറക്റ്റ് ടൈമില്. അതുകൂടാതെ ഡോക്ടർ പല സിറ്റിങ്സ് പറയും. ഇപ്പൊ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോ തന്നെ തീരുവൊന്നുമില്ല, അടുത്ത സിറ്റിങ്ങിന് വരാനായിട്ട് പറയും. കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വിട്ടത്. പക്ഷെ പിന്നീട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, അവരെന്തായി ഏതായി അറിയില്ല. പിന്നെ അതുപോലെ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി സംഭവിക്കും. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന മുഴുവൻ പെൺകുട്ടികളാണ്. അവർക്ക് അങ്ങനെ ഒരാളില്ലാതെ അവർക്ക് പറ്റില്ല. വേറൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവർക്ക് ഇങ്ങനെ ഒരാളെ വേണം. അങ്ങനെ ഒരു പെൺകുട്ടി വന്നതാണ്. അതിലെ പെൺകുട്ടി ഒറ്റ മോളായിരുന്നു. പക്ഷെ ഒറ്റ മോളാണെങ്കിലും അവൾക്ക് വീട്ടിൽ നിന്നും നല്ല സ്നേഹമോ കെയറോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ മേ ബി ചെറുപ്പം തുടങ്ങിയ അങ്ങനെയായിരുന്നു. അതായിരിക്കാം ആ കുട്ടി ആരെങ്കിലും അതിന് വേണം. വീട്ടിൽ നിന്ന് കിട്ടാതാവുമ്പോൾ പുറത്തെവിടെന്നെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് പോകും അവരൊരു പ്രായമാകുമ്പോൾ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ പോകും. ആ കുട്ടിയെ ഞാൻ റെഫർ ചെയ്യുമായിരുന്നു. കാരണം അതായത് ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആയിരുന്നു. ആ കുട്ടിക്ക് ഇന്റർവെൻഷൻ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ കാര്യം കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല. അതാണ് നമ്മൾ കണക്ട് വിത്ത് അതർ സോഴ്സസ്, അതർ സപ്പോർട്ട്, ഇതെല്ലാം വരും. പിന്നെ ഡിസ്ക്രിമിനേഷൻ, അതിന് ഇതാകുന്നത് ആളുകളെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് സ്ത്രീകള്, പിന്നെ ചില ഗ്രൂപ്പിലുള്ള ആളുകളെ. പലപ്പോഴും പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണൽ മതപരമായ ലഹളകളൊക്കെ വരുമ്പോഴേക്കും ചില ആളുകളെ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് കൂടുതൽ നടന്നിട്ടില്ല, ഒന്നും നടക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും. നോർത്തിലൊക്കെ പിന്നെയും ആ ഒരു ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളിൽ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് സേഫ് ആയിട്ടിരിക്കാനായിട്ട്. അങ്ങനെ അത് അവർക്ക് PFA കൊടുക്കുന്നവരും, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലംസുമായിട്ട് നടക്കുന്നവരും, മാനസികമായിട്ട് ഭയങ്കര തകർച്ചയിലൂടെ പോകുന്ന ആൾക്കാർ, അവർക്ക് PFA ആവശ്യമാണ്. പിന്നെ അമ്മമാര് പ്രഗ്നൻസി, ഡെലിവറി കഴിയുമ്പോഴേക്കും ഒരു പോസ്റ്റ് പാർട്ടം സിൻഡ്രം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു സ്റ്റേജ്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാതിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ 1.5 വർഷം ഓർമ്മിപ്പിക്കല്ലേ. എനിക്കത് അനുഭവം ഉള്ളത് കൊണ്ട് എൻ്റെ ഒരു കസിൻ, അവൾക്കിത് വന്നപ്പം അവൾ എന്നെ ഫോൺ ചെയ്തു.
ചേച്ചി എനിക്കിത് എന്താണെന്നറിയില്ല, എനിക്ക് ആകെ ദേഷ്യം വരുന്നു. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ പിന്നെ അത് ഡീൽ ചെയ്തു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ അവള് പറഞ്ഞു "ആ, ശരിയായി" എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാരും അതിലൂടെ കടന്നു പോകും. മദർഹുഡ് ഇസ് വെരി ഗുഡ്. അത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം അല്ലെ. അല്ലാണ്ട് ലൈഫിലെ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ടല്ല കാണുന്നത്. നമ്മൾ ആ അച്ചീവ്മെന്റോട് കൂടി നമ്മൾ നമ്മളായി ജീവിക്കുന്നത് തന്നെയാണ് അച്ചീവ്മെന്റ്. നമ്മളൊരു അമ്മയായി മാറുമ്പോഴേക്കും നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആ നഷ്ടപ്പെടൽ വരുമ്പോഴാണ് ഈ പോസ്റ്റ് പാർട്ടം സിൻഡ്രോം ആ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നത്. പാർട്ട്ണറുടെ സപ്പോർട്ട് വളരെ ആവശ്യം. പാർട്ട്ണർക്ക് മനസ്സിലാവില്ല, പാവം, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് എന്താ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് തന്നെ മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. ബട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ട് മാം. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ശരിക്കും വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വരെ പോയ ആളാണ് ഞാൻ. അതുപോലത്തെ എനിക്ക് ആ അവസ്ഥയിൽ പോയ ആളാണ് ഞാൻ. പക്ഷെ എന്റെ ഹസ്ബൻഡും എന്റെ അച്ഛനും അമ്മയും ചേച്ചി ഇവരുടെ സപ്പോർട്ടോട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അയ്യോ, ഞാനത് ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് ചിരിയാണ് വരുന്നത്. അപ്പൊ എന്താണ് എന്റെ അവസ്ഥ, ഞാൻ കടന്നു പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. കുഞ്ഞിനെ എനിക്ക് കാണുന്നത് ദേഷ്യമായിരുന്നു. ആ അവസ്ഥയായിരുന്നു. അയ്യോ, ഞാൻ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ റോസ് മാമിന്റെ മോണ്ടിസോറിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനുഭവം. അതുപോലെ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ളത്. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ രണ്ടും ഒരേ സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് 3 മാസം ആയപ്പോ എനിക്ക് ബ്ലീഡിങ് ഭയങ്കരമായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ തന്നെ നിന്നു. എന്റെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന്റെ 28 കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്ക് പോയത്. അത്രയും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ടാണ് എനിക്ക് എന്നിട്ടും ഈ ഡിപ്രഷൻ വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഹസ്ബൻഡ് എന്നെ ഭയങ്കരമായിട്ട് കയറി. എനിക്ക് പിന്നെ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് പിന്നെ സ്റ്റിച്ച് ഇടേണ്ടതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാം. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് കൗൺസിലിംഗ് ഒക്കെ തന്നു. എൻ്റെ ചേച്ചി ICDS സൂപ്പർവൈസറാണ്. അപ്പൊ അവരൊക്കെ കൗൺസിലിംഗ് ഒക്കെ തന്നു. അങ്ങനെ കുറേയൊക്കെ എല്ലാ പുന്നപ്പറ, ആലപ്പുഴ. അപ്പൊ ഭയങ്കരമായിട്ട് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രം. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളെപ്പോഴും വേണം മാം, ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ആ സമയത്ത് ഇത്രയും പേര് കുഞ്ഞിനെ നോക്കാൻ ഉണ്ടായിട്ടും എനിക്ക് ഇത്രയും വലിയൊരു ട്രാജഡി സംഭവിച്ചു. അതിനാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂടെ കൊണ്ടുവന്നത്. ഒരിക്കലും അവളെ ഞാൻ ഒറ്റപ്പെടുത്തത്തില്ല എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്. ഇപ്പൊ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ എനിക്കത് കാരണം എനിക്ക് എങ്ങനെ അത് പറയണമെന്നറിയില്ല. ഞാൻ ഇപ്പോഴും എനിക്ക് ചില സമയത്ത് ദേഷ്യം ഒന്ന് പെട്ടെന്നായിട്ട് വരുമ്പോൾ അപ്പൊ ഹസ്ബൻഡിന് പേടിയോ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യൂ, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പിന്നെ അവള് പോകും. അന്ന് മാക്സിമം എപ്പോഴും എന്നെ സപ്പോർട്ടീവ് ആയിട്ട് നിർത്തി. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാനായിട്ട് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണം. അച്ഛനും അമ്മയാണെങ്കിലും, ഞാൻ ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് വന്നപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം ഞാൻ കുഞ്ഞിനെ എങ്ങനെ നോക്കും എന്നൊരു പേടി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ അമ്മ പറഞ്ഞാ നീ അവളെ 1 വർഷമൊക്കെ തന്നെ നോക്കിയല്ലോ, എനിക്കതിൽ സന്തോഷമൊക്കെ ഉണ്ട്. എപ്പോഴും എന്നും വിളിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വിളിക്കും. എന്താടി അവൾക്ക് ഫുഡ് കൊടുത്തോ, എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും. അമ്മയ്ക്ക് ടെൻഷനാ, എന്തേലും പറ്റിപ്പോയാ എന്ത് ചെയ്യുമെന്നുള്ള പേടിയാ. അപ്പൊ അവരെന്നെ ഭയങ്കര സപ്പോർട്ടായിട്ട് നോക്കിയോണ്ട് എനിക്കൊരു കുഞ്ഞിനെ നോക്കണം, എങ്ങനെ നോക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ യൂട്യൂബൊക്കെ നോക്കിയാൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഇപ്പൊ നന്നായിട്ട് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ നമുക്കൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ മാം. അല്ലെങ്കിൽ ഞാനൊക്കെ എപ്പോഴേ ആത്മഹത്യ ചെയ്തേനെ. ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് എന്തോ പോലെ. പലതവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സൂയിസൈഡ് ചെയ്തോണ്ട്, ആ അവസ്ഥയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡും അച്ഛനും അമ്മയുടെ ഒക്കെ സപ്പോർട്ടും ഉണ്ട് എനിക്ക്. പിന്നെ 3 മന്ത്സ് ആയപ്പോഴേക്കും, ഇവളെ ഡെലിവറി കഴിഞ്ഞ് 3 മന്ത്സ് ആയപ്പോഴേക്കും എനിക്ക് ചിക്കൻ ബോക്സും വന്നു. അപ്പൊ കുഞ്ഞിനെ പിന്നെ അച്ഛനും അമ്മയാണ് നോക്കിയത്. അപ്പൊ കുഞ്ഞ് അകന്നു പോയപ്പോഴുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ ആയപ്പോ ആകെ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയായിരുന്നു. എനിവേ, അപ്പൊ ആ ഒരു സമയത്ത് കിട്ടിയ സപ്പോർട്ട് അത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഇത് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഏരിയയിലുള്ളവർക്കെല്ലാം, മദേഴ്സ് വിത്ത് ബേബീസ് ആൻഡ് സ്മോൾ ചിൽഡ്രൻ, ദോസ് വിത്ത്, ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു 15 വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയെ. അവരെന്നിട്ട് ഏജ് മാറ്റി പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു 15 വയസ്സാന്നുള്ളത്. ഇപ്പൊ ഡിവോഴ്സായി, 2 മക്കളുണ്ടായി. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ 2 ആൺകുട്ടികൾ ഉണ്ടായി. ഡിവോഴ്സായി. ആ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചതായിട്ട് അറിഞ്ഞത് പ്രമുഖ സീരിയൽ നടി കൂടിയാണ്. അങ്ങനെ അതുപോലെ ആ ഒരു ചെറു പ്രായത്തിൽ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു മാരീഡ് ലൈഫും പ്രഗ്നന്റ് ആയതും കുട്ടികൾ ഉണ്ടായതും എന്താ അവര് തമ്മിലുള്ള പ്രശ്നമൊന്നും നമുക്കറിയില്ല. ബട്ട്
കുട്ടി അങ്ങനെ മീഡിയ സീരിയൽ നടിയൊക്കെ ആകുമ്പോ മീഡിയാസിന്റെ ഭയങ്കര ഒരു ഇതുണ്ടാവുമല്ലോ. അതിലൊക്കെ ഓരോ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് പീഡനമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ അറിയില്ല, നമുക്കങ്ങനെ തോന്നിയിട്ടില്ല അവരുടെ ലൈഫ് കാണുമ്പോൾ. നമുക്ക് പുറമേ നിന്ന് കാണുന്നതാവില്ലല്ലോ അതൊക്കെ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളരെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല പൊസഷൻസ് നമ്മൾ സമ്പാദിച്ചു വെച്ച് നമ്മുടെ വീട്, ഫാമിലി, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്ക് PFA പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ഉരുൾപൊട്ടൽ ഫ്ലഡിന്റെ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് കല്യാണം തീരുമാനിച്ചു വെച്ച ആ പയ്യനും ഇപ്പോൾ എന്തോ ആക്സിഡന്റിലോ മറ്റോ മരിച്ചുപോയി. ആ കുട്ടിയുടെ ഒരു അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഷോക്കിംഗ് സീൻ എന്തെങ്കിലും കാണുമ്പോൾ, അതുപോലെ തന്നെ സീരിയസ് ഡേഞ്ചർ, അങ്ങനെ ഒരാളെ കൊല്ലുന്നത് കാണുന്നത്, കുട്ടികൾ അങ്ങനെയുള്ള വയലൻസ് സീനൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ അല്ലേ. ആരോ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ് ഏതോ ഒരു ബാച്ചിലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ടീച്ചിങ് വൈവയ്ക്ക് വന്നപ്പോ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. ടീച്ചിങ് പ്രാക്ടീസിന് ഒരു സ്കൂളിൽ പോയപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയി അവിടെ പിന്നെ വർക്ക് ചെയ്യോ അങ്ങനെ എന്തോ ചെയ്യുമായിരുന്നു. അപ്പൊ ചെറിയ ക്ലാസ് LKG ഒരു കുട്ടി, ഒരു മോൻ, എപ്പോഴും ഭയങ്കര മൂടിയായിട്ടിരിക്കും. ഒട്ടും അവൻ മറ്റു കുട്ടികളുടെ കൂടെ പോയി ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കില്ല, കളിക്കാനൊന്നും ചെയ്യില്ല. വർക്ക് കൊടുക്കുന്നതും അവന് ചെയ്യാനൊരു കോൺസെൻട്രേഷനും ഇല്ല. അപ്പൊ അവന് കൂടുതൽ അവനുമായിട്ട് അടുത്തടുത്തടുത്ത് വന്നപ്പോ അവൻ പറഞ്ഞതാണ്, അവന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്നും അയാള് കുടിച്ചിട്ട് വന്നിട്ട് ഈ അമ്മയെ ഉപദ്രവിക്കും. കുട്ടി ദിവസവും കാണുന്ന കാഴ്ചയാണ്. LKG എന്ന് പറയുമ്പോ മനസ്സും ശരീരവും ഒക്കെ വളരെ ചെറുതല്ലേ. അവൻ താങ്ങാൻ പറ്റുന്നില്ല അവന്റെ അമ്മയെ ഉപദ്രവിക്കുന്നത്. അവൻ സ്കൂളിൽ വരുമ്പം അവന്റെ ചിന്ത അതാ, എന്റെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുവാണോ, ഇതാണ് ആ കുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5 വയസ്സുകാരൻ, 5 വയസ്സായിട്ടുണ്ടാവില്ലായിരിക്കും. അവന് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യല്ലേ അവൻ തലയിൽ വെച്ചുകൊണ്ട് കിടക്കുന്നത്. ആ കുട്ടികളൊക്കെ എന്തുമാത്രം വിഷമിക്കുണ്ടാവും. അതുപോലെ ഷോക്കിംഗ് സീൻസ് കാണുന്നത്, സീരിയസ് ഡേഞ്ചർ അത് ഫേസ് ചെയ്യുന്നത്, ഇതെല്ലാം ഇവർക്കെല്ലാം PFA നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. PFAയുടെ ഏറ്റവും ആവശ്യം ഗുഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നമ്മൾ നല്ലപോലെ കേൾക്കണം. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു റോങ് മെസ്സേജ് പോകുന്ന പോലെയോ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാകാത്ത പോലെ രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് PFAയിൽ. ഇങ്ങനെയുള്ള ആളുകൾ ഭയങ്കര അപ്സെറ്റും ആൻഷ്യസ്, കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരിക്കും. അവർക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ടൊക്കെ തന്നെ ഉണ്ടായിരിക്കുമല്ലേ. അപ്പൊ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ആളുകൾക്ക് ഇല്ലാത്തതും അതാണല്ലേ, സംസാരിക്കാനും കേൾക്കാനും നേരമില്ല. എല്ലാവരും ഓട്ടപ്പാച്ചില്ല, തിരക്കാണ്. എപ്പോഴും നമ്മൾ ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ ആളുകൾക്കും അവരുടെ വേദന അവരുടെ വേദന തന്നെയാണല്ലേ. നമുക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിലും ഭയങ്കരമായ പ്രശ്നം ഫേസ് ചെയ്ത ആളുകളായിരിക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ജഡ്ജ്മെന്റൽ പോലെ പറയരുത്, ഇത്രയേ ഉള്ളൂ കാര്യം, ഇതിലും വലുത് എനിക്ക് സംഭവിച്ചത്, ഞാനിങ്ങനെ ഇരിക്കാനുണ്ടോ, അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്തും പറയരുത്. കാരണം ഒരാളുടെ റൈറ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ റൈറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അത് കേട്ടിട്ടുണ്ട്. സമയത്ത് നമ്മൾ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോ അപ്പൊ പറയും, ഓ നീയാണ് ഇപ്പൊ ആദ്യമായിട്ട് പ്രസവിച്ചത്, ഇതൊക്കെ എന്ത്, ഞങ്ങളൊക്കെ ഇതിനേക്കാളൊക്കെ എങ്ങനെയൊക്കെയോ പ്രസവിച്ച ആ സമയത്ത്. എന്നിട്ടാണ് അല്ലെങ്കിൽ എന്റെ അമ്മാമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദന വന്നു, അപ്പൊ ആ മുറിയിൽ പോയി പ്രസവിച്ചു, അത് കഴിഞ്ഞ് വന്ന് വീണ്ടും അത് ചെയ്തു എന്നൊക്കെ പറയും. നമ്മക്ക് ഇത് കേൾക്കുമ്പോ അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല, പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കേൾക്കുമ്പോ ഇതൊന്നും ഒരു ഇതാവില്ലല്ലോ. പിന്നെ ഇവരെ കൊറേ എന്താ പറയാ, ഒട്ടും നമുക്ക് ലോജിക്കലാത്ത കുറെ കാര്യങ്ങൾ. മടിയില് ഉണ്ണീനെ വെച്ചിട്ട് ഫുഡ് കഴിക്കണം, അപ്പോഴാണ് ഉണ്ണിക്ക് പോഷകം കിട്ടുള്ളൂ. നെഗ നമ്മൾ വെട്ടാൻ പാടില്ല, ഊതിക്കളയണം. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പോയതൊന്നും എനിക്കിത് പോയില്ല കേട്ടോ. എനിക്കും അറിയില്ല ഞാൻ ഇങ്ങനെ എന്തൊക്കെയായിരുന്നു ആ സമയത്ത്. ഞാൻ പറയും ഇതൊക്കെ ഒരു ശരിക്കും ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം. ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഇത് പറയും, അപ്പൊ നീ എഴുതി വെക്കുക, അപ്പൊ ഇനി വരും തലമുറയ്ക്ക് ഇങ്ങനെ ഇടാലോ, നമുക്ക് ഓരോ ഗ്രൂപ്പിൽ അതിലൊക്കെ പോസ്റ്റ് ചെയ്യാം, അപ്പൊ എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, എല്ലാവരും ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. കാരണം വെച്ചാൽ ഒട്ടും നമുക്ക് ലോജിക്കലാത്ത കുറെ കാര്യങ്ങൾ കേൾക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും ഇതൊക്കെ എന്ത്, പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പ്രസവിച്ചു, അതില് ഒരെണ്ണായിട്ടുള്ള 2, 3, 4 കുട്ടികൾ വരെ ഒറ്റ പ്രസവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അയ്യോ ഭയങ്കരായിരുന്നു.
ആ കഥ സ്ഥിരം കേൾക്കാറുണ്ട് എല്ലാവരും. നമ്മളെ പ്രഗ്നൻസി ആകുമ്പോ എവിടെ നിന്നെങ്കിലും നാട്ടുകാരെങ്കിലും പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാൻ പറ്റും, വീട്ടിലുള്ളവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്മൂമ്മമാരുടെ ടോക്കാണ് സഹിക്കാൻ പറ്റാത്തത്. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ വല്യമ്മച്ചി 9 പ്രസവിച്ചതാണ്. അപ്പം മൂത്ത മോള് പ്രസവിച്ച് കിടന്നപ്പോൾ വല്യമ്മച്ചിയും പ്രസവിച്ച് കിടന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ്, ആ ഡിപ്രഷൻ വന്ന ടൈമിൽ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്റേതാ, ഞാൻ 9 പ്രസവിച്ചു, എന്റെ മോടെ കൂടെ വരെ ഞാൻ പ്രസവിച്ച് കിടന്നു, അവളും ഞാനും ഒരേ കട്ടിലില്ല എനിക്ക് ചിരി വന്നിട്ട് വയ്യ. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ഓരോ തത്വം കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അതാണ് ഒരാളുടെ റൈറ്റ് മറ്റൊരാൾക്ക് റൈറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ഒരാളുടെ വിഷമം മറ്റുള്ളവർ അത് വിഷമായിരിക്കില്ല. പക്ഷെ എല്ലാവരുടെയും ഗ്രീഫ്, സങ്കടം എന്നൊക്കെ പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ അവരോട് മറ്റുള്ളവരുടെ സ്റ്റോറി പറയുക, ലൈക്ക് ഓ നിനക്ക് ഇതാണോ, വേറൊരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നത്. അങ്ങനെ ഒരിക്കലും ഓപ്പൺ അപ്പ് ചെയ്യരുത്. ചിലപ്പോ ഇവര് പറയുമ്പോ നമുക്ക് തോന്നും, കുഞ്ഞുങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലായിരിക്കും ഇത്രയേ ഉള്ളൂ, ഇതാണോ ഇവന്. പക്ഷെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മളതാവും, അത് റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ആ കുട്ടിയെ ആണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ അവര് ആ ഒരു വിഷമം നമ്മളോട് അവൻ ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ അവനത് കേട്ടല്ലോ, റെസ്പോണ്ട് ചെയ്തല്ലോ, അതൊന്നും അവർക്ക് ഇതാവും. നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വേർഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുകയും വേണം. നമ്മൾ ചിലപ്പോ ചെറിയ ചെറിയ സ്മോൾ വേർഡ്സ് യൂസ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നത് ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യരുത്. ലൈക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ഉപയോഗിക്കണം. അവരുടെ കൾച്ചർ അനുസരിച്ചും അവരുടെ ഏജ് അനുസരിച്ചും ജെൻഡർ അനുസരിച്ചും റിലീജിയൻ, പിന്നെ വളരെ കൺസിഡറേഷൻ അത് നമ്മൾ കാണിക്കണം. റെസ്പെക്ട്ഫുൾ ആയിരിക്കണം ഇതുപോലുള്ള ആളുകളുടെ അടുത്ത്. ഇതിന് ചില ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഈ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സംസാരിക്കുമ്പോൾ. ഞങ്ങൾ MSW ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടി ജനിച്ചതും വളർന്നതും ഒക്കെ കർണാടകയിലെ ഏതോ ഒരു സ്ഥലത്തായിരുന്നു. ബാംഗ്ലൂർ അല്ല, കർണാടകയിലെ വേറെ ഏതോ റീജിയനിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇതിന് മലയാളം അറിയാം, പക്ഷെ മലയാളം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും മലയാളം അറിയില്ലാത്ത ഒരാള് പറയുന്ന പോലെയാണ്. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് കൂടുതൽ വഴങ്ങുന്നത്. ഈ കുട്ടി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തപ്പോ നാട്ടിൽ തന്നെ MSW കഴിയുമ്പോൾ എവിടെയെങ്കിലും ജോബ് നോക്കണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഈ കുട്ടിക്ക് ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ വിഷമമൊക്കെ അനുഭവിച്ചു വരുന്നവര് ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും ആയിരിക്കില്ലല്ലോ കൂടുതൽ പറയുന്നവര് കൊളോക്കിയലി മലയാളം തന്നെയായിരിക്കാം പറയുന്നത്. ഈ കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോബ്ലമായി. അങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ അത് കൗൺസിലിംഗ് കൂടുതൽ ചെയ്യാതെ അല്ലാതെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അപ്പൊ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി സംസാരിക്കുമ്പോൾ, പ്രായമായ ആളുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോ അവരുടെ ആ വിഷമം കാരണം ഇവർ പറയുന്ന കാര്യം നമുക്ക് പലപ്പോഴും ക്ലിയർ ആകാതെ വരും. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പറയുമ്പോൾ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ തന്നെ പറയണം. നമ്മൾ കൂടുതൽ ചില ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഡോക്ടറുടെ അടുത്ത കാര്യം എന്താണെന്ന് അറിയാനായിട്ട് ചിലപ്പോൾ ഇവര് ഭയങ്കര മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യും. നമുക്ക് മനസ്സിലാകില്ല എന്താ സംഭവം. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അനുസരിച്ച് അവർ കംപ്ലീറ്റ് മെഡിക്കൽ ടേംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നമ്മളുടെ വീട്ടിലുള്ള ഒരാളോട് മനസ്സ് തുറക്കുമ്പോഴും ഒരാൾ നമ്മളോട് മനസ്സ് തുറക്കുമ്പോഴും നമ്മുടെ സുഹൃത്തായാലും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ഇതില് ഒരു മെസ്സേജ് കണ്ടു നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ. അൻഷില എഴുതിയ മെസ്സേജ്, സപ്പോർട്ടിന് ആളില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ടി വരില്ല. വീട് നിറച്ച ആളുണ്ടെങ്കിലും എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെൽഫ് ഹീലിംഗ്, നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റണം. പല മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെ. ഒരു രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുവാണല്ലോ. അവർക്ക് ഈവനിങ് ആവുമ്പോൾ ഇത് പോയി വെന്റിലേറ്റ് ചെയ്യണം. കോൺഫിഡൻഷ്യൽ മാറ്റർ ആണ്, വേറൊരാളോട് പറയാനും പറ്റില്ല. പേരും സ്ഥലവും ആളെയും വെളിപ്പെടുത്താതെ ഷെയർ ചെയ്യാം, അതൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ എന്നാലും മോർണിംഗ് തുടങ്ങി ഈവനിങ് വരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുക. ഞാൻ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടേ, അവള് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് ആയി പോകുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു.
അത് നോക്കുമ്പോ എന്റെ മോളുടെ അത്രേ ഉള്ളൂ ആള് കാണാൻ. 25 വയസ്സുണ്ട്, എന്റെ മോൾക്ക് 18 വയസ്സേ ഉള്ളൂ. ഈ കുട്ടി ഇങ്ങനെ വന്ന് ഇത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ കുട്ടി പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ഞാൻ അതന്നെ ഇപ്പൊ പരിപാടി നിർത്തിവെച്ചേക്ക്, എനിക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാൻ പറ്റില്ല ക്ലാസ്സസ് എടുത്താൽ. എനിക്ക് ഭയങ്കര ആ കുട്ടി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനാണ് റെഫർ ചെയ്തത്. അവരവിടെ പോയോ എന്നുള്ളതും എനിക്കറിയില്ല. കാരണം നമ്മള് തമ്മിൽ ചോദിച്ചു ആള് വന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ റെഫർ ചെയ്തു. പക്ഷെ അവൾക്ക് അതിൽ നിന്ന് തിരിച്ചു വരണം. കാരണം അവള് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവളുടെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കുന്നു. അത് എന്റെ അടുത്ത് വരുമ്പോൾ 5ാമത്തെ ആളായി ആളുടെ റിലേഷൻഷിപ്പില്. എല്ലാരും ഇവളിൽ നിന്ന് കാശ് ഈടാക്കിക്കൊണ്ട് പോകുന്നു. വേറെ ഏതെങ്കിലും രീതിയിൽ ഇവളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കുട്ടി പറഞ്ഞില്ല. പക്ഷെ അവളുടെ സംസാരത്തിൽ നിന്നും അങ്ങനെയുള്ള കാര്യം ബോഡി ലാംഗ്വേജിൽ നിന്നും അതും സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അന്നത്തെ ദിവസം. ഇപ്പൊ നിങ്ങളോട് പറയുമ്പോഴേ എനിക്ക് ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട് എന്തായി എന്നുള്ളത്. അവൾക്ക് ഒരാളില്ലാതെ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. ശരിക്കും ഇന്റർവെൻഷൻ വേണ്ടത് അവളുടെ അച്ഛനും അമ്മയ്ക്കുമായിരുന്നു. പക്ഷെ അമ്മയും അച്ഛനും തമ്മിൽ സംസാരിക്കില്ല, കുട്ടിയോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഒറ്റ മോളുമാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്നു. പഠനമൊക്കെ പാതി വഴിയിലായി, ജോബും പാതി വഴിയിലായി. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. ഓക്കെ, സോ എത്തിക്കൽ ഡൂസ് ആൻഡ് ഡോൺസ് അതും കൂടെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. പാർട്ട് 1 എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ഇത് നോക്കണ്ട, ബാക്കി എല്ലാം ടീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞു. യെസ് മാം, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ ആ പാർട്ടിലെ 8 ചാപ്റ്റേഴ്സും കഴിഞ്ഞു. സെക്കൻഡ് ആ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയിൽ എടുത്തോണ്ടിരിക്കും അപർണ മാം ഫസ്റ്റ് ചാപ്റ്റർ. റോസ് മാം 2 ചാപ്റ്റർ എടുത്തു, തീർന്നു. 2 അല്ല 3 എടുത്തു. ഇത് സെക്കൻഡ് പാർട്ടിലെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയിലെ 2 ചാപ്റ്ററാണ് റോസ് മാം എടുത്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിലെ ഒരു ചാപ്റ്ററും കൂടെ എടുത്തു റോസ് മാം, ഗുഡ് മാനേഴ്സ് എന്നും പറഞ്ഞു. ഓക്കെ, ഇതിനിടയ്ക്ക് അൻഷിലിന്റെ മെസ്സേജ് ഞാൻ കണ്ടു. ഓക്കെ, ഐ ഫീൽ വെരി ലൈക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. കാരണം വീട്ടിൽ അത്രയും പേരുണ്ടായിട്ടും അൻഷീൽ ഒറ്റയ്ക്ക് ഒരുതി ജീവിക്കുന്നു. 3 കുട്ടികളെ മാനേജ് ചെയ്യാൻ, ശരിക്കും കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. കാരണം അവർക്ക് ആ കുഞ്ഞു പ്രായത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കുകയും വേണം. അവർക്ക് ലവ്, സപ്പോർട്ട്, കെയർ ഒക്കെ, ഒരു അഫെക്ഷൻ ഒക്കെ ആവശ്യമുള്ള പ്രായമാണല്ലേ. നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നിടയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. കുട്ടികളുടെ അടുത്തേക്ക് എത്തപ്പെടാനായിട്ട് പറ്റില്ലേ പല സമയത്തും. ഒരു മോന്റെ ക്ലാസ്സിലൊരു കുട്ടി ഇങ്ങനെ ദിവസവും പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ വരുന്നു. കുഞ്ഞു ക്ലാസ്സിലായിരുന്ന സമയത്ത് കേട്ടോ. ചെറിയ ക്ലാസ്സിലാകുമ്പോൾ കുട്ടികളെല്ലാം ടീച്ചർമാരോട് പറയുമല്ലോ. അപ്പൊ ഇങ്ങനെ മീറ്റിങ്ങിന് ചെന്നപ്പോ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, ക്ലാസ് കുട്ടി ആരാതൊന്നും പറഞ്ഞൊന്നുമില്ല, ക്ലാസ്സിൽ ഇങ്ങനെ ഹോംവർക്കും ചെയ്യില്ല, പഠിക്കുകയും ചെയ്യില്ല. അപ്പൊ ചെറിയ കുട്ടികളാകുമ്പോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ പഠിക്കുന്ന കാര്യത്തിലൊക്കെ. കുട്ടിയോട് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞതാ, അമ്മ എപ്പോഴും അടുക്കളയില, അമ്മയ്ക്ക് സമയമില്ല. അതേപോലെ ഒരു അവസ്ഥ. കാരണം വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ വരുമ്പോ നമ്മള് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല. അതാണ് ഒരു അവസ്ഥ വരുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാ. ശരിയാ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും ടേക്ക് കെയർ യുവർ സെൽഫ്. നമുക്ക് ചില സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എനിവേ, നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം നമ്മൾക്ക് നമ്മളുണ്ടെന്നുള്ളൊരു ഫീലും ഉണ്ട്. ഓക്കെ, ദെൻ ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. സൈൻ ഔട്ട് പറയട്ടെ. യെസ്, പറയൂ. ഇന്ന് ക്ലാസ് എടുത്ത ജിഷ മിസ്സിനും താങ്ക് യു. പിന്നെ നല്ല ക്ലാസ് ആണ്. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് മിസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. നമുക്ക് ഞാനൊക്കെ ഇപ്പൊ ഈ മോണ്ടിസോറിയിൽ വന്നിരിക്കണെങ്കിൽ ഇത്തിരി ഡള്ളായിരിക്കണായിരുന്നു. അപ്പൊ എന്തെങ്കിലും എൻഗേജ് ആയി കഴിഞ്ഞാല് നമുക്കത് മാറുമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഴ്സിൽ ചേർന്ന തന്നെ. അതെനിക്കിപ്പോ നല്ല പ്രയോജനമുണ്ട്. എല്ലാവരുടെയും ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ, ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് നമുക്കൊരു സമാധാനിക്കാം. ആർക്കും ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്, ആരുടെയെങ്കിലും വിഷമങ്ങള്
മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആരുടെ വിഷമം കേട്ടാലും നല്ല വർത്തമാനം ഞാൻ പ്രാർത്ഥിക്കാറ്. അപ്പൊ ഇതിപ്പോ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ഞങ്ങളെ പോലെയുള്ള വീട്ടമ്മമാർക്ക് നല്ലൊരു കോൺഫിഡൻസിന് നല്ലൊരു സപ്പോർട്ടാണ് മിസ്സിന്റെ ക്ലാസ്. താങ്ക് യു മാം. ഓക്കെ മഞ്ജു, നല്ല മനസ്സ് മഞ്ജുവിന്റെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്.